ഹായ്, ഷാഹുലാണ്. നമ്മൾ ഇന്നുള്ളത് പുതിയൊരു ഐറ്റം വന്നിട്ട് വാട്ടർ സ്കൂട്ടർ. നമ്മൾ ബോട്ട് കണ്ടിക്കണ്, കയാക്ക്, ആ മോഡലൊക്കെ നമ്മൾ കണ്ടിക്കണ്. ഇപ്പൊ നമ്മളിപ്പോൾ പുതിയത് ഇറക്കിയിട്ടുള്ള വാട്ടർ സ്കൂട്ടർ. ഡൈവ് ചെയ്യുന്നവർക്ക് വെള്ളത്തിന്റെ അടിയിലൊക്കെ വാട്ടർ പ്രൂഫ് ആയിട്ട് വെള്ളത്തിന്റെ അടിയിലൂടെ ഒക്കെ പോകുന്നൊരു സ്കൂട്ടറാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഓപ്പൺ ആക്കിയാലോ. നമ്മളും ഫസ്റ്റിലാട്ടോ കാണുന്നത്, നേരിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിക്കണെന്നല്ലാതെ. ഓപ്പൺ ആക്കിയാല് നേരെ സാധനം നമ്മൾ ബോക്സിൽ ഫസ്റ്റ് വരുന്നത് എന്താ നോക്കുക, 2-3 വാഷർ വരുന്നുണ്ട്. ഇതിനൊന്ന് വാട്ടർ പ്രൂഫിന്റെ വാഷറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു 3 വാഷർ. പിന്നെ അതിന്റെ കാറ്റലോഗാണ്, അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ അറിയുന്നൊരു കാറ്റലോഗ്. നമുക്കിത് ഇതന്നെ ഇടാം. ഇത് വേണ്ട, ഇതിൽ വരുന്ന അടുത്തൊരു ബോക്സ് എന്താണ്, ഇതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അടുത്തൊരു ബോക്സിൽ ഇതും ഇവിടെ വെച്ചിട്ട് നോക്കിയാലോ. ഇതാണ് സാധനം. ഇതാണ് നമ്മളെ വാട്ടർ സ്കൂട്ടർ. നല്ല കാണാണ്ട് കേട്ടോ അതിൻ്റെ ഐറ്റംസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു പമ്പ് വരുന്നുണ്ട് കേട്ടോ, എയർ പമ്പ് ഉണ്ടോ, ഒരു എയർ പമ്പ് വരുന്നുണ്ട്. ഇതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചെന്ന ഈ കാറ്റലോഗിൻ്റെ കൂടെ 2 വാഷറും വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീസിൻ്റെ ചെറിയൊരു ഡബ്ബ. പിന്നെ നമ്മളെ ചാർജർ, റീചാർജുകളുടെ ചാർജറും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ സ്കൂട്ടറിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പിടിക്കുക. അത്യാവശ്യം നല്ല കനമുണ്ട്. കനം കൂടുതൽ എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. ഇപ്പോൾ ഓപ്പൺ ആക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു ഭാഗം ഇങ്ങോട്ടാക്കുക, ഇതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വെക്കുക. ഈ ഒരു ഇത് ഊരിയെടുക്കാൻ പറ്റും കണ്ടോ. ഇത് 2 ക്ലിപ്പ് നമ്മൾ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മേൽഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ കിട്ടും കപ്പ്. പിന്നെ ഇത് ഒരെണ്ണം വരുന്നുണ്ട്, ഇത് കാലിയാണ്, ഇതിലൊന്നുമില്ല, ഇത് എയറാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വെയിറ്റ് അഡീഷണൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഇതിങ്ങനെ ഇവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് തിരിക്കുക. ഇപ്പോൾ ഇത് ഓപ്പണായി. ഇത് കണ്ടോ, ഇത് നമ്മളിതിൻ്റെ ഉള്ളിൽ കാലിയാണ്, ജസ്റ്റ് എയർ. ഇതിങ്ങനെ ഇടാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ അഡീഷണൽ നമുക്ക് വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഡൈവിങ്ങിൻ്റെ പരിപാടിയല്ലേ സ്കൂബ, അപ്പോൾ വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഈയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് തിരിച്ചും കിടന്ന് ടൈറ്റ് ആക്കാം. കറക്റ്റ് അതിൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ഇത് നമുക്ക് അടിയിൽ വെച്ച് കാണിക്കാം. ഇവിടെ വരുന്നത് ഒരു ഇതാണ് ത്രെഡ്. ഈ ത്രെഡ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമല്ല ഈ ഒരു സാധനം നമുക്ക് ഊരിയെടുക്കാൻ കിട്ടും. പക്ഷേ ഇത് കണ്ടത് പൂരി പോരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വാഷർ ടൈറ്റ് അയക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ത്രെഡ് അയക്കുക. ഈ ത്രെഡ് അയച്ചിട്ട് ഇവിടെ ഒരു ഹോൾ വരും. ആ ഹോളിലേക്ക് നമ്മൾ ഈ പമ്പ് ഉണ്ടല്ലോ, ഈ പമ്പ് കണക്ട് ചെയ്യാം. ഈ പമ്പിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഈ പമ്പ് അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ എയർ അടിച്ചു കഴിഞ്ഞാൽ എയറിൻ്റെ ദമ്മിൽ ഈ സാധനം ഓപ്പൺ ആയിട്ട് വരും. അതാണ് ഇതിന് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പമ്പ് ഇതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് ബാറ്ററി. ഈ ബാറ്ററിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വെയിറ്റ്. ഇതാണ് ബാറ്ററി. ഡീറ്റെയിൽ നോക്കിക്കോളി അറിയുന്നവർ.
ഇത് അത്യാവശ്യം നല്ല കനണ്ട്, നല്ല കനണ്ട്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റും ഇതിൻ്റെ വെയിറ്റും ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ബാറ്ററിയും പിന്നെ വേറെ ഒന്നുമില്ല, ഇതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെയർ ആക്കി എടുക്കാനും പറ്റും. ഓക്കെ, ഇതെല്ലാം ഊരി എടുക്കാൻ പറ്റും. അതിന് ജസ്റ്റ് ചുരുങ്ങിയ വീഡിയോ കാണിച്ചു. നമ്മൾ ബാറ്ററി ഇതിലിടുക, ഇവിടെ കണക്ട് ചെയ്യാം. ചാർജ് ചെയ്യണത് ചാർജർ ആണെന്നുണ്ടെങ്കിൽ ചാർജർ എടുത്തിട്ട് നമ്മളെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഇടാം. ഇനി നമ്മൾ ഫസ്റ്റിൽ ഈ ഊരിയ ഭാഗം ഉണ്ടല്ലോ, അത് വിടാം. ഇത് അടച്ചു വെക്കണം കേട്ടോ. ഇത് നമ്മൾ ഊരിയ പോലെ തന്നെ അടച്ചു വെക്കണം. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കണക്ട് ചെയ്ത് അടച്ചു വെച്ചു. ഇനി നമ്മൾ ഈ ഒരു പമ്പ് വെക്കാം. ഈ രണ്ട് ഷേപ്പ് ഇത് വെക്കുന്നത്, ഇത് രണ്ടും ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് തന്നെയാണ് ഇത് വെക്കാറ്. പിന്നെ നമ്മളെ ഈ കപ്പ്, പിന്നെ അതുപോലെ നിങ്ങൾ ഇവിടെ ഊരിയപ്പോൾ ഈ ഒരു വാഷർ കണ്ടില്ല, ഇവിടെ വരുന്ന ഈ വാഷർ, അതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ വലിയ വാഷർ കേട്ടോ. ഇത് പ്രസ് ചെയ്തിട്ട് ഇനി നമ്മളെ ലോക്ക് ഇടാം. ഇവിടെ ഇട്ടു. അപ്പോൾ ഇത് രണ്ട് ലോക്ക് ഇട്ടു. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് സാധനം ഇരിക്കുന്നത്. ഇനി നമ്മളെ ഇത് പിടിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിടിക്കുക കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ഡൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടാണ് പോവുക ഉണ്ടോ. പിന്നെ വരുന്നത് ഈ റൈറ്റ് സൈഡിൽ ഓൺ ഓഫ് സ്വിച്ച്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണായി. പിന്നെ ഇത് സ്പീഡ്, ഇതാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. ഇതാണ് വരുന്നത് ഈ ഒരു സ്പീഡ്. പിന്നെ നമ്മളെ ഈ റൈറ്റ് സൈഡിൻ്റെ, ഇതിപ്പോൾ നോർമൽ സ്പീഡാണ്. റൈറ്റ് സൈഡ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ലെഫ്റ്റിനെ ഇതായി കഴിഞ്ഞാൽ പ്രൊപ്പലർ തിരിയും. ഇത് നോർമൽ സ്പീഡിൽ കറങ്ങും. ഇനി ഇതിനെ ഒന്നുകൂടി ഹൈ സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ഓഫ് സ്വിച്ചിനെ ഒന്നുകൂടി പ്രസ് ചെയ്യാം. പിടിച്ചോക്കെ കണ്ടോ. ഇതാണ് നോർമൽ സ്പീഡ് അല്ല ഹൈ സ്പീഡ്. ഇതാണ് നമ്മുടെ വാട്ടർ സ്കൂട്ടർ. ഇതാദ്യമായിട്ട് കാണുന്നവർ കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഫസ്റ്റിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് നമ്മൾ സാധനം ഇറക്കുന്നത് ഇപ്പോഴാണ്. നമ്മൾ മറ്റേ മീസാനിൽ വർക്കാണല്ലോ, 5 kg ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണ് kg കേട്ടോ. ഇതെടുത്തു കഴിഞ്ഞാൽ ഏഴര kg ഉണ്ട്. 7 കിലോ ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. ബാറ്ററി ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബാറ്ററി തന്നെ ഏകദേശം 5 കിലോനോളം വരുന്നുണ്ട്. ഇതാണ് നമ്മളെ വാട്ടർ സ്കൂട്ടർ എന്ന് പറയുന്ന സാധനം, വാട്ടർ സ്കൂട്ടർ. ഇതിൻ്റെ പല കമ്പനികളും ഇറങ്ങും കേട്ടോ. നമ്മൾ ഇതിൻ്റെ ആ റേറ്റ് ഏകദേശം ഒരു 800 ദിർഹംസൊക്കെയാണ് ഈ സാധനത്തിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളി. നമ്മൾ UAE-ലുള്ളവർ അൽബാർ ഫിഷിംഗ് കേട്ടോ.